Hello, welcome to my channel Homemade. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. ഹലോ, നമുക്ക് തിരുവാതിര നോയമ്പൊക്കെ ആകാറായിരിക്കുകയാണ്. അപ്പോൾ നോയമ്പെടുക്കുന്നവർ സാധാരണ മകരത്ത് നാൾ കഴിക്കുന്ന ഒരു വിഭവമാണ് തിരുവാതിരപ്പുഴുക്ക്. തിരുവാതിര എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ദശപുഷ്പം ചൂടിയുള്ള തിരുവാതിരക്കളി, മഹാദേവന് വേണ്ടി നമ്മൾ എടുക്കുന്ന തിരുവാതിര നോയമ്പ്, അതുപോലെ തന്നെ മകരത്ത് നാളിലുള്ള എട്ടങ്ങാടി നിവേദ്യം, തിരുവാതിരപ്പുഴുക്ക്, അങ്ങനെ കുറേ നല്ല ഓർമ്മകളാണ് നമുക്ക് തിരുവാതിര എന്ന് പറയുമ്പോഴേക്കും മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ സാധാരണ എട്ടങ്ങാടി നിവേദ്യം എന്ന് പറയുന്നത് 8 തരം കിഴങ്ങുകൾ വേവിച്ച് അത് ശർക്കരപ്പാവ് കാച്ചി അതിനകത്താണ് ഈ കിഴങ്ങുകളെല്ലാം ചേർത്താണ് ഭഗവാന് നിവേദിക്കുന്നത്. അതാണ് എട്ടങ്ങാടി നിവേദ്യം. ഈ എട്ടങ്ങാടി നിവേദ്യത്തിന് ഉപയോഗിക്കുന്ന 8 തരം കിഴങ്ങുകളിൽ നമുക്ക് കിട്ടുന്ന അത്രയും കിഴങ്ങുകൾ നമ്മൾ തിരുവാതിര പുഴുക്കുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എട്ടങ്ങാടിയിൽ 6 തരം കിഴങ്ങാണ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ തിരുവാതിരപ്പുഴുക്കിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കിഴങ്ങുകളും അത് കൂടാതെ നമ്മൾ തിരുവാതിരപ്പുഴുക്കിൽ ചേർക്കുന്നത് ഏത്തക്കായ, പിന്നെ വൻപയർ, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് തിരുവാതിര പുഴുക്കുണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഈ പുഴുക്ക് കഴിക്കാനായിട്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ തിരുവാതിര പുഴുക്കെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വൻപയറിൻ്റെ കൂടെ ചെറുപയറോ കടല, മുതിര, അങ്ങനെ പലതും ചേർക്കാറുണ്ട്. ഞാനിപ്പോൾ ആലപ്പുഴ ജില്ലയിലാണ് എൻ്റെ സ്ഥലം. ഇവിടെ സാധാരണ വൻപയർ മാത്രമാണ് ചേർത്ത് കാണുന്നത്. അപ്പോൾ ഇതെല്ലാം വൻപയറും ഏത്തക്കായും പിന്നെ 6 തരം കിഴങ്ങ് വർഗ്ഗങ്ങളും ചേർത്തിട്ടാണ് ഞാനിന്ന് തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ തിരുവാതിര പുഴുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം ഒന്ന് കാണിച്ചു തരാം. 8 തരം കിഴങ്ങുകളുള്ളതിൽ 6 തരം കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ക്വാണ്ടിറ്റി ഒന്നും കറക്റ്റല്ല, ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നു മാത്രം. ഇതിൻ്റെ അളവ് എല്ലാം 1 പിടി വീതമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അരിഞ്ഞതിന് ശേഷം ഓരോ പിടി വീതമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്നൊന്ന് കാണിച്ചു തരാം. ഇത് കാച്ചിലാണ്, കാച്ചിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചേനയാണ്, ഇതാണ് ചേന. പിന്നെ നമുക്ക് വേണ്ടത് മധുരക്കിഴങ്ങാണ്. മധുരക്കിഴങ്ങ് വേറെ റോസ് നിറത്തിലേ ഉണ്ട്, ഇത് വെളുത്ത നിറത്തിലെയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കപ്പയാണ്, ഇത് കപ്പ. പിന്നെ വേണ്ടത് ചേമ്പാണ്, ഇത് വെട്ടുചേമ്പെന്ന് പറയും, വെട്ടുചേമ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കൂർക്കയാണ്. ഇങ്ങനെ 6 തരം കിഴങ്ങുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ നമുക്ക് വേണ്ടത് ഏത്തക്കായാണ്, പച്ച ഏത്തക്ക എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് വൻപയറാണ്. ഞാൻ 2 കപ്പ് വൻപയർ തലേദിവസം വെള്ളത്തിയിട്ട് കുതിർത്തെടുത്തതാണ്. 8 മണിക്കൂറോളം കുതിർത്തെടുത്ത വൻപയറാണിത്. 2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് കുതിർന്ന് വരുമ്പോൾ വീർത്ത് വരും. 2 കപ്പ് എന്ന് പറയുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് വെള്ളത്തിലിട്ട് കുതിർന്ന് കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് വീർത്ത് വരും. ഇപ്പോൾ 2 കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചെറുപയറോ മുതിരയോ കടലയോ ഒക്കെ എടുക്കാം. പിന്നെ അരപ്പിന് വേണ്ടത് 1 തേങ്ങ മുഴുവൻ ചിരകി എടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി, ഉള്ളിയൊക്കെ എല്ലാവരും ചിലർ ചേർക്കാറുണ്ട്. പക്ഷേ സാധാരണ നോയമ്പെടുക്കുമ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ഞാനും വെളുത്തുള്ളി, ഉള്ളിയൊന്നും എടുത്തിട്ടില്ല. ഈ അരപ്പ് അധികം അരഞ്ഞു പോകാതെ അരച്ചെടുക്കുക. ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് നല്ല ജീരകമാണ്, പെരിഞ്ജീരകമല്ല, അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് പുഴുക്കുണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് വൻപയറൊന്ന് വേവിച്ചെടുക്കാം. ഒരു കുക്കർ എടുത്തിട്ടുണ്ട്, കുക്കറിലാണ് വേവിക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിനകത്തേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന വൻപയർ ചേർത്ത് കൊടുക്കുക. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പയർ മുങ്ങാനും മാത്രമുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. വൻപയർ മുങ്ങിക്കിടക്കണം, അത്രയ്ക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒത്തിരി അങ്ങ് കൂടുതൽ ഒഴിക്കണ്ട. ഇപ്പോൾ പയറിൻ്റെ ആ ഒരു ലെവലിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് കുക്കർ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മുതൽ 6 വിസിൽ കേൾക്കുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് ഞാൻ വേവിക്കുന്നത്.
അപ്പോൾ ഒത്തിരി തീ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റൗവിന് ഒത്തിരി തീ കൂടുതലാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാലും മതി. അപ്പോൾ ഒരു മീഡിയം തൊട്ട് ഹൈ ഫ്ലെയിം വരെ നമുക്ക് ഇടാം. അത് 6 വിസിൽ കേൾക്കുന്നവരെ നമുക്ക് പയർ വേവിച്ചെടുക്കാം. ഇപ്പോൾ 6 വിസിൽ കേട്ടു, അതിൻ്റെ ആവിയെല്ലാം പോയി കഴിഞ്ഞ് ഞാൻ തുറന്നു. പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും ഓരോ പിടി വീതം അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അരിഞ്ഞ കഷ്ണങ്ങൾ എൻ്റെ കൈപ്പിടിയിൽ ഒരു പിടി വീതം എല്ലാ കിഴങ്ങുകളും ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം കിഴങ്ങുകൾ ഏതൊക്കെയാണെന്ന് കാണിച്ചതല്ലേ, അതും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചക്കായും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പച്ചക്കായും കൂർക്കയോ അരിഞ്ഞിടുമ്പോൾ വെള്ളത്തിലേക്ക് അരിഞ്ഞിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കപ്പ ഇതെല്ലാം ഈ കിഴങ്ങുകളെല്ലാം ഒന്ന് വെള്ളത്തിൽ തന്നെ അരിഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ കളർ മാറിപ്പോവും. അപ്പോൾ അരിഞ്ഞിടുമ്പോൾ എപ്പോഴും ഒന്ന് വെള്ളത്തിലേക്ക് അരിഞ്ഞിടാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക. നമുക്ക് ഈ കിഴങ്ങുകളെല്ലാം കൂടി പയറിനകത്ത് ചേർത്ത് കൊടുക്കാം. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നുണ്ട്, ബാക്കി പോരാത്തത് നമുക്ക് അവസാനം ചേർക്കാവുന്നേ ഉള്ളൂ. ഉപ്പ് ചേർക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ എരിവിനനുസരിച്ച് കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ പച്ചമുളക് ചേർക്കുന്നതുകൊണ്ട് ഒത്തിരി മുളക് പൊടി ചേർക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒന്നെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം, അല്ലെങ്കിൽ മുളക് പൊടിയുടെ അളവ് അല്പം കൂട്ടാം. അപ്പോൾ ഞാനിപ്പോൾ 3/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ പയർ വേവിച്ചപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിരുന്നു, അതിൻ്റെ കുറച്ച് അടിയിലുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം പോരാത്ത വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ നമുക്ക് വെള്ളം ഇതിനകത്ത് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ചേർത്ത കിഴങ്ങിൻ്റെ പീസുകളെല്ലാം മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം വേണ്ട, അതിന് കുറച്ച് താഴെ നിൽക്കുന്ന അത്രയും വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിനകത്ത് വെള്ളം നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ഏകദേശം ആ ഒരു ലെവലിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ അടിയിലുള്ള പയറെല്ലാം ഒന്ന് മേളിലേക്ക് പൊങ്ങി വരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ വേവിക്കുമ്പോൾ പയർ മാത്രം അടിയിൽ കിടന്ന് വെന്ത് പോകും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നന്നായിട്ടെല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ കേൾക്കുന്നവരെ വേവിച്ചെടുക്കാം. 2 വിസിൽ മതി. കൂടുതൽ വെന്താൽ അതങ്ങ് ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകും. കുറച്ചൊന്ന് കുഴഞ്ഞിരിക്കണം. അപ്പോൾ ആ ഒരു പരുവത്തിന് കിട്ടണമെങ്കിൽ 2 വിസിൽ കേൾക്കുന്നവരെ വേവിക്കുക. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കിയിട്ട് വരാം. ഇപ്പോൾ കുക്കർ 2 വിസിലൊക്കെ കേട്ട് അതിൻ്റെ ആവി മുഴുവൻ പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇപ്പം നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങളും പയറും എല്ലാം നല്ല കറക്റ്റ് വേവ് ആയിട്ടുണ്ട്. പതുക്കെ ഒന്ന് നമ്മൾ സ്പൂൺ വെച്ച് കുത്തി നോക്കുമ്പോൾ ഇങ്ങനെ ഉടഞ്ഞു വരണം. അതാണ് അതിൻ്റെ പരുവം. അപ്പോൾ ഇപ്പം നല്ല കറക്റ്റ് വേവിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിനകത്ത് വെള്ളം ഉണ്ട്, കൂടുതൽ വെള്ളമുണ്ട്. അതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഒത്തിരി വേണ്ട. അപ്പോൾ മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെക്കാം. കൂടുതൽ വെള്ളമുള്ളവരാണെങ്കിൽ അല്പം ഹൈ ഫ്ലെയിമിൽ വെച്ച് വറ്റിച്ചെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ചെറിയ വെള്ളമുള്ളെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. ഒത്തിരി അരഞ്ഞു പോകരുത്. ഒത്തിരി അരഞ്ഞാൽ ആ പുഴുക്കിന് ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നാൽ തോരന് നമ്മൾ ചതയ്ക്കുന്നതിലും കുറച്ചുകൂടെ നന്നായിട്ട് ചതഞ്ഞിരിക്കണം. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ നമുക്ക് അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ വെള്ളമെല്ലാം പാകത്തിനാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ നേരം വെച്ച് വറ്റിക്കുന്നൊന്നുമില്ല.
നിങ്ങൾക്ക് വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് വറ്റിച്ചതിന് ശേഷം മാത്രം അരപ്പ് ചേർത്താൽ മതി. കുറച്ച് വെള്ളം വറ്റിച്ചതിന് ശേഷം മാത്രം അരപ്പ് ചേർത്താൽ മതി. എനിക്കിത് കറക്റ്റ് പാകത്തിന് തന്നെയാണ് വെള്ളം ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അധികം നേരം വറ്റിക്കാതെ തന്നെയാണ് അരപ്പ് ചേർത്തിരിക്കുന്നത്. ഇനി അരപ്പിൻ്റെ ആ ഒരു പച്ച മണം മാറുന്നവരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിനുശേഷം നമുക്കിനി ഒന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കണം. കാരണം കുറച്ച് ഉപ്പല്ലേ നമ്മൾ നേരത്തെ ഇട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് പോരുന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ ഉപ്പ് തീരെ കുറവായിട്ടാണ് തോന്നിയത്. കാരണം കുറച്ച് ഉപ്പല്ലേ ചേർത്തുള്ളൂ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പുഴുക്കിന് ആവശ്യത്തിന് ഉപ്പുണ്ടാവണം, എന്നാലേ ഒരു ടേസ്റ്റേ ഉള്ളൂ. അല്ലെങ്കിൽ അത്ര നമുക്ക് സുഖമാവില്ല. അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി അധികം നേരം ചൂടാക്കാൻ പാടില്ല. അപ്പോൾ അവസാനം ആകുമ്പോഴാണ് നമ്മൾ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. വേറെ എണ്ണയായാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നല്ല വെളിച്ചെണ്ണ മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് എണ്ണ വേണം. പച്ച വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് കൂടുതൽ കറിവേപ്പില ചേർത്തോ. അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തിരുവാതിരപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് തിരുവാതിരപ്പുഴുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്തവണ തിരുവാതിരയ്ക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അറിയാൻ വയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്